നമ്മൾക്ക് സന്തോഷവാനും സന്തോഷവതിയുമായ ഒരു കുഞ്ഞിനെ നമ്മൾക്ക് വാർത്തെടുക്കുവാൻ സാധിക്കും. നമ്മളുടെ ജീവിതവും ധന്യമായി മാറുകയും ചെയ്യും. ഇതിൽ നമ്മളെപ്പോഴും നമ്മളുടെ 5 സെൻസസ് എല്ലാം പുറത്തേക്കാണ് ഉള്ളത്. കാണുന്നത്, കേൾക്കുന്നത്, സ്വാദ്, എല്ലാ സെൻസസും ഇറ്റ് ഈസ് ഫോക്കസിങ് എക്സ്റ്റേണലി. നമ്മളെപ്പോഴും ചുറ്റുപാടും എന്ത് നടക്കുന്നു എന്നുള്ളതിലാണ് ശ്രദ്ധിക്കാറ്. അപ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നു, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ശ്രദ്ധ പലപ്പോഴും നമ്മൾ വിട്ടുപോകാറുണ്ട്, അല്ലെങ്കിൽ മറന്നു പോകാറുണ്ട്. നമ്മളിലേക്ക് തന്നെ ഫോക്കസ്, നമ്മളിലേക്ക് തന്നെ വരുമ്പോൾ ഓക്കെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി എന്നെ കൊണ്ട് എന്ത് ചെയ്യുവാൻ സാധിക്കും എന്ന് ഒരു ചിന്ത നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങളെ മറ്റുള്ള കുട്ടികളുമായി കമ്പയർ ചെയ്യുന്നതിൽ നിന്ന് അവരെ നമ്മൾക്ക് രക്ഷിക്കുവാൻ സാധിക്കും. കാരണം ഈ പ്രകൃതിയിൽ നമ്മൾ ഉൾപ്പെടുന്ന എല്ലാം തന്നെ യുണീക്കായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നിനും മറ്റൊന്നാവാൻ കഴിയില്ല. എല്ലാത്തിനും അതിൻ്റേതായ കഴിവുകളുണ്ട്. അപ്പോൾ അതിനെ നർച്ചർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും എക്സലൻസിനെ കുറിച്ച് പറയാറുണ്ട്. എക്സലൻസ് എന്ന് പറയുമ്പോൾ ദർ ഇസ് എ കമ്പാരിസൺ. എപ്പോഴും അതിനൊരു കമ്പാരിസൺ ഉണ്ട്. കമ്പാരിസൺ, 2 തുല്യമായ കാര്യങ്ങളെ നമ്മൾക്ക് കമ്പയർ ചെയ്യാം. പക്ഷേ പ്രകൃതിയിൽ ഒന്നും തന്നെ ഈക്വൽ ആയിട്ടില്ല. നമ്മൾ ഒരേ മരം ആൽവൃക്ഷം എടുത്തു എന്ന് വിചാരിക്കുക, 2 മരങ്ങൾ ഒരേപോലെ ഇരിക്കുമോ? ആൽവൃക്ഷങ്ങൾ ഇല്ല. അപ്പോൾ പ്രകൃതിയിൽ ഒന്നും ഒരേപോലെ ഇല്ലാത്തപ്പോൾ നമ്മൾ എങ്ങനെ കമ്പയർ ചെയ്യും? കമ്പയർ ചെയ്യാതെ നമ്മൾ എങ്ങനെ എക്സലൻസിലെത്തും? അപ്പോൾ എക്സലൻസ് അല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, നേർച്ചറിങ് ആണ്. ഓരോരുത്തരുടെയും ഉള്ളിലെ തനതായ കഴിവുകളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യേണ്ട കാര്യം. മാതാപിതാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും മറ്റുള്ളവർ എന്തു ചെയ്യുന്നു അല്ലെങ്കിൽ അവരെന്ത് നേടുന്നു എന്നുള്ളതല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് എന്തു ചെയ്യുവാൻ കഴിയും, എനിക്ക് എന്തു നേടുവാൻ കഴിയും, എനിക്ക് ആരാകാൻ സാധിക്കും എന്ന് നമ്മൾ ഫോക്കസ് ചെയ്താൽ തീർച്ചയായും നമുക്ക് സന്തോഷം കണ്ടെത്തുവാനും സന്തോഷത്തിലൂടെ ജീവിത വിജയം നേടുവാനും എല്ലാവർക്കും സാധിക്കും. എൻ്റെ കുഞ്ഞുമക്കളെ എല്ലാവരെയും, നിങ്ങളെല്ലാവരും ജീവിതത്തിൽ സന്തോഷവും സക്സസ്സും നേടി ഗ്രേറ്റ് അച്ചീവേഴ്സ് ആവട്ടെ എന്ന് my blessings and prayers. With that I end my speech. Thank you very much. Thank you, ma'am, for your wonderful words. We will try to practice what you told to us. It is now with immense pleasure and honor I invite Mrs. Sundari Lakshman, Managing Trustee, for the Presidential Address. Ma'am's leadership and unwavering commitment inspire us all. She is a respected leader and a visionary known for her exceptional contribution in the field of education. Ma'am, we are eager to hear from you. Good evening to you all. Honorable Chief Guest Srimati Rajalakshmi, Principal Sri Ravi Shankar Vidya Mandir Kochi, respected Chairman KPL Iyer, Chairman of Kasturba School Trust, Sri E.K. Sethu Sir, Trust Member and President of Elore Cooperative Bank, School Manager Amartha Gomadi,
Srimati Lakshmi Rajaram, mentor. Srimati Vidya Murali, member of our advisory board. And Mrs. Amrita Gomati, manager. Mr. Aravind Lakshman, correspondent, fact to Udyogam School. PTA President Srimati Nisha Jidin. Principal Srimati Neetu Lakshmi. Vice Principal Mrs. Geeta PP. Teachers, non-teaching staff, parents, well-wishers, and all my dear students. A warm and heartfelt welcome to each one of you. We are gathered here today to celebrate the 57th annual day of our school, an occasion that fills us with immense pride and joy. For 57 years, our school has stood as a symbol of excellence, creativity, progress. It is a legacy built by visionary leaders, dedicated teachers, supportive parents, and generations of brilliant students. Today, as we come together, let us honor our achievements, applaud the talents we will witness, and cherish the memories that make this institution special. We had never imagined that we would one day be given the responsibility of leading this prestigious fact to Udyogam School. Yet, by God's grace, we were blessed with this opportunity in 2019. With humility and pride, we accepted this responsibility and remain committed to taking our school to even greater heights. On this special occasion, I extend my heartfelt thanks to all of you for your unwavering trust and support. Our alumni, among them my own 3 children, were shining in various parts of our country. This is a testament to the strong foundation of education, discipline, and values imparted by our school. With the collective effort of our dedicated staff, I am confident that we will revive and surpass the glorious achievements of the past. Let us work together to strengthen the spirit and help our school shine brighter than ever. As we celebrate this milestone, I would like to share a thought close to my heart. The excessive use of mobile phones has become a major distraction for our children today. After returning home from school, many students spend most of their time watching television or using mobile phones. One reason is the busy schedule of parents, which limits the time they spend guiding their children. It is essential for parents to direct their children towards reading, studying, and constructive activities. A strong bond and mutual understanding between parents and children is vital. I gently urge all parents to spend more time with your children, guide them, listen to them, and encourage them. This will help shape them into responsible, confident, and good citizens of tomorrow. Before I conclude, I congratulate all the participants and winners of today's events. The true strength of a school lies in its dedicated and hardworking teachers and staff. I express my sincere gratitude to each member of our team for their efforts in making this celebration memorable. Let us join hands to make this annual day a truly unforgettable one. Thank you all.
Thank you, ma'am. Now we are moving on to felicitations. First, let me invite Mrs. Lakshmi Rajaram, mentor, for the felicitation. She has over 45 years of experience in teaching, of which major years ma'am worked in fact Udyog Mandal School itself. Now she is working as a head of the English department. Ma'am, please. Good evening to all of you, Honorable Chief Guest of the day, all the dignitaries on the stage, parents, teachers, and my dear children. It fills my heart with great pride and pleasure to address you on this wonderful day when FACT Udyog Mandal School is celebrating the 57th annual day. Standing here makes me feel turning the pages of a cherished book where every chapter, every line, every letter, every word is so close to my heart. This school is always a ground for excellence. As somebody mentioned here, the major part of my life I spent in Udyog Mandal School. And over the years, I have found countless students passing out from this great institution, not only as brilliant learners, but also compassionate individuals, confident communicators, and good individuals in the society. The alumni of this school has existed in almost all the fields, in diverse fields, let it be arts, sports, technology, dramatics, music, and whatnot. This school is just like a family or second home for all the people involved here. There is a community here trying to focus on the dreams of the children and to make it a reality for them. We always encourage the children to find out what is their strength or what is it that they want in life and help them to make it a reality. All these years, I was trying to shape the minds of my students. In return to that, they were shaping my life to a beautiful one. Udyog Mandal School has always topped all the ICSE schools in the country.